ഈ ഹിന്ദു വിരുദ്ധ രാജ്യവിരുദ്ധ സിനിമയായ എമ്പുരാൻ റിലീസ് ചെയ്തതിന് പിന്നാലെ വലിയ വിമർശനം ഉണ്ടാകുമ്പോൾ അതിനെയെല്ലാം ന്യായീകരിച്ച് രംഗത്ത് വരുന്നവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ ഇങ്ങനെ കരഞ്ഞിട്ട് കാര്യമില്ലെന്നാണ് അവർ പറയുന്നത്. പക്ഷേ കരഞ്ഞിട്ട് കാര്യമുണ്ട്. സിനിമയിലെ പ്രധാനപ്പെട്ട ചില രാജ്യവിരുദ്ധ പരാമർശങ്ങൾ നടത്തുന്ന ചില ദൃശ്യങ്ങൾ കട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടല്ലേ? കേരളത്തിലെ മലയാളികൾ നട്ടലുള്ളവരാണെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. ഇതിൽ രാഷ്ട്രീയമൊന്നുമില്ല ശ്രീജിത്തെ. BJP ആവട്ടെ, സംഘപരിവാർ ആവട്ടെ, CPM ആവട്ടെ, കോൺഗ്രസ് പാർട്ടി നേതാക്കന്മാർ ഒന്നും തന്നെ മുന്നോട്ട് വന്നില്ലെങ്കിലും മലയാളികൾ നല്ല ഒന്നാന്തരം നട്ടലുള്ളവരാണെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. റീസെൻസറി നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കട്ട് ചെയ്യണം എന്നുള്ളതാണ് പുറത്തേക്ക് വരുന്നത്. കാരണം നമുക്ക് തന്നെ അറിയാം, ഗോദ്ര ആ ഒരു തീപിടുത്തമൊക്കെ അതിൻ്റെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ രീതിയിലല്ല അത് നടത്തിയിരിക്കുന്നത്. കൃത്യമായിട്ട് ഏകപക്ഷീയമായ ഒരു വിഭാഗത്തെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അത് അതിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല വെള്ളപൂശുകയും അതിലെ വില്ലന്മാർക്ക് ഒരു പേര് നൽകുകയും ഈ സ്ത്രീയെ ഉൾപ്പെടെ ബലാത്സംഗം ചെയ്യുന്ന പല സീനുകളും ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു കാര്യം, മാർക്കോയിൽ ഇറങ്ങിയപ്പോൾ വലിയ രീതിയിൽ അതിനെതിരെ വിമർശിച്ചവരുണ്ട്. പക്ഷെ ഇതെല്ലാം അവരെല്ലാം എങ്ങനെ കണ്ടിരിക്കുന്നു? ഇതെല്ലാം എന്താണ് സമൂഹത്തിന് വലിയ സന്ദേശം നൽകുന്ന സിനിമയാണ്. ഇതെല്ലാം ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് ചർച്ച ചെയ്യണം, ഇതെല്ലാം ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന ആ രീതിയിലാണ് ഇടതുപക്ഷ ജിഹാദി ഗ്രൂപ്പുകളിൽ നിന്നല്ല പ്രചരിക്കുന്നത്. എന്തായാലും അവർക്കെല്ലാം കൃത്യമായ മറുപടി തന്നെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ അണിയറ പ്രവർത്തകരെ സംബന്ധിച്ച് അവരെ ഏറ്റവും വിഷമിപ്പിക്കുന്ന കാര്യം, ഈ സിനിമ മുഴുവനെ ഇത്തരത്തിലുള്ള ഈ രാജ്യവിരുദ്ധ നിലപാടുമായല്ലേ ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. ഈ ഏതെല്ലാം ഭാഗം കട്ട് ചെയ്യുന്ന ആശങ്കയാണ് ഇപ്പോൾ അവരെ വേട്ടയാടുന്നത്. നേരത്തെ 2 ഭാഗങ്ങൾ കട്ട് ചെയ്തു എന്നുള്ളത് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത്രയേറെ സെൻസറിങ് ഡിപ്പാർട്ട്മെന്റിന് പോലും കട്ട് ചെയ്യേണ്ടുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ എന്തുമാത്രം ഈ കലാപങ്ങൾ കുത്തിക്കയറ്റിയിട്ടുണ്ടായിരിക്കും. പൃഥ്വിരാജ് എന്ന കട്ട് ചെയ്ത ഭാഗം തന്നെ ഒന്ന് ഈ ദേശീയ പതാകയ്ക്കെതിരെ വിമർശനം ഉന്നയിക്കുകയും മറ്റൊന്ന് ഈ പീഡനം, ഈ നമ്മുടെ മാർക്കോ ഈ കലാപവുമായി ബന്ധപ്പെട്ട് ഈ ബലാത്സംഗം ചെയ്യുന്ന ദൃശ്യമുണ്ടല്ലോ, അതിന്റെ ചില ഭാഗങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ മാർക്കോ എത്രയോ ഭേദം എന്നേ പറയാനുള്ളൂ. മാർക്കോ വയലൻസ് ആണ് പുറത്തേക്ക് വന്നെന്നുണ്ടെങ്കിൽ ഇത് ഒരു വിഷമാണ്, കൊടും വിഷമാണ് പൃഥ്വിരാജ് ജനങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. കാരണം ഏകപക്ഷീയമായിട്ടുള്ള ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു വർഗീയ വിഷം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ വിഷമാണ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതും അത് വലിയൊരു കലാപത്തിലേക്കുമാണ് നയിക്കുന്നത്. നമുക്ക് എപ്പോഴും അറിയാം, സിനിമകൾ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും, അത് കൊച്ചു കുട്ടികൾ മുതൽ എല്ലാ തലങ്ങളിലുള്ളവർ വീക്ഷിക്കുന്ന ഒരു മേഖലയാണ്. അപ്പോൾ സിനിമയിലൂടെ ആകർഷിക്കാനും നമുക്ക് ഏത് കാര്യത്തെയും ആകർഷിക്കാനും അതുപോലെ തന്നെ നമുക്ക് തിരസ്കരിക്കാനും പറ്റും. പക്ഷെ അതുകൊണ്ട് തന്നെ സിനിമകൾ എടുക്കുമ്പോൾ സെൻസറിങ് ബോർഡ് എന്ന് പറയുന്നത് വെച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള വർഗീയ വിഷം ഇല്ലാതാക്കാനും അത് സെൻസർ ചെയ്യാനുമാണ്. അവിടെ ഇരിക്കുന്നവരൊന്നും മന്ദബുദ്ധികളല്ല ശ്രീജിത്ത്, അത് വീണ്ടും തെളിയിരിക്കുകയാണ്. അവർക്ക് തുടക്കമിരുന്നവർ മന്ദബുദ്ധികളാണോ സംശയം. പക്ഷേ BJP-യിലുള്ളവരും, നമുക്ക് BJP-യിൽ നിന്നും വിമർശനങ്ങൾ വന്നിട്ടുണ്ട്, BJP-യിലുള്ള വ്യക്തികളും സെൻസറിംഗ് ബോർഡിൽ ഉണ്ടായിരുന്നു, എന്തുകൊണ്ട് അവരത് ശ്രദ്ധിച്ചില്ല എന്നുള്ളത്. അപ്പൊ ഇവർക്കെല്ലാവർക്കും ഏകദേശം വ്യക്തമാണ് ഇത് പുറത്തേക്ക് വന്നത് തെറ്റായ കാര്യമാണ്, വിമർശനങ്ങൾക്ക് വഴിയൊഴുക്കും. ഇത്തരത്തിലുള്ള ഏകപക്ഷീയമായിട്ടുള്ള രാഷ്ട്രീയം, അതും വർഗീയം, അത് ചെറിയ ഒരു രീതിയിലല്ല നമ്മളുടെ ഇന്ത്യയെ ബാധിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിലാ വർഷങ്ങളായുള്ള മലയാളികൾ ആരാധിക്കുന്ന മോഹൻലാലിനെ ഉൾപ്പെടുത്തി എന്നതാണ്. ഈ എമ്പുരാനുമായാലും ഈ ജനഗണമനയാലും ഈ പൃഥ്വിരാജിന്റെ സ്വഭാവം, ഈ പൃഥ്വിരാജിന്റെ സ്വഭാവം അങ്ങനെയാണ്. അദ്ദേഹത്തിന്റെ രാജ്യവിരുദ്ധ നിലപാടുകളും ഈ ജിഹാദി സ്നേഹവും ഗാസ പ്രണയവും ലക്ഷദ്വീപ് പ്രണയവും എല്ലാം പലതവണ കണ്ടിട്ടുണ്ട്. അതിനു മുൻപ് ഇറങ്ങിയ ജനഗണമന സിനിമയും കണ്ടിട്ടുണ്ട്. അന്ന് അതിലെ ഇദ്ദേഹത്തിന്റെ ഒരു ജൂനിയർ ശിഷ്യനായി അറിയപ്പെടുന്ന ഇത്തരം പരാമർശങ്ങളുമെല്ലാം പലതവണ നടത്തുന്ന ഒരാളായിരുന്നു സുരാജ് വെഞ്ഞാറമൂട്. പൃഥ്വിരാജിന്റെ ഒരു ജിഹാദി പരിപാടികളും നമ്മുടെ മലയാളികളുടെ ഇടയിൽ നടക്കത്തില്ല, അത് പുറത്ത് തന്നെ. അത് കൃത്യമായി മലയാളികൾ ഇപ്പോൾ തെളിയിച്ചിരിക്കുകയാണ്. 4 ദിവസം കൊണ്ട് മലയാളികൾ വെറുത്തു എന്ന് തന്നെ പറയും. എമ്പുരാൻ പല രീതിയിലും ക്യാൻസലേഷൻ വന്നു കഴിഞ്ഞു. ഈ പറയുന്നത് പോലെ കോടികളും ഒന്നും കിട്ടാൻ, കളക്ഷൻസ് ഒക്കെ കിട്ടി എന്നുള്ളത് ഇവരുടെയൊക്കെ ഒരു ചട്ട മാത്രമല്ല മോഹൻലാൽ ഫാൻസ് അസോസിയേഷന്റെ ഫേസ്ബുക്കിലെ ഒരു പോസ്റ്റ് ഞാൻ ഇന്ന് വായിച്ചിരുന്നു. അതിലിട്ടിരുന്നു നമ്മുടെ ഒരു വ്ളോഗർ ഉണ്ടല്ലോ, ഇൻഫ്ലുവൻസർ, മറ്റേ
എന്തോ അവന്റെ പേര്, അർജുൻ കോക്കോ എന്തോ കോക്ക് അത് തന്നെ. പുള്ളി കുറെ സിനിമകൾ റിവ്യൂ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ള വ്യക്തിയാണ്. ആ വ്യക്തി വളരെ റിവ്യൂ വളരെ മോശമായിട്ടുള്ളതും അതായത് തെറ്റാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ആ റിവ്യൂ ചെയ്തത്. കൃത്യമായിട്ട് അതിന്റെ ടെക്നിക്കൽ വശങ്ങൾ മുതൽ എല്ലാം വളരെ സ്പഷ്ടമായിട്ടാണ് ആ റിവ്യൂ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത്രയും ആൾക്കാർ ആ റിവ്യൂ കാണുന്നത്. അശ്വന്ത് കോക്ക് അത് തന്നെ. പക്ഷേ അശ്വന്ത് കോക്കിനെതിരെ ഫാൻസ് അസോസിയേഷന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്, അശ്വന്തിനെ കാണാം, ഇനി നമുക്ക് കാണാം, നീ കാണാതിരിക്കുന്നേ ഉള്ളൂ എന്നുള്ള രീതി. അശ്വന്ത് നേരത്തെ ഇതുപോലെ വിമർശനങ്ങൾ വന്നു. സെൻസർ ബോർഡ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് അതെ. പക്ഷെ എനിക്ക് അതിന്റെ താഴെ ഇതേ മോഹൻലാൽ ഫാൻസുകാർ തന്നെ ഇട്ടേക്കുന്ന പോസ്റ്റുകളുണ്ട്. അശ്വന്ത് പറഞ്ഞതിൽ എന്താണ് തെറ്റ്? ലാലിനെ ഒരു വശത്തേക്ക് അങ്ങ് ഇതാക്കി ചുരുട്ടി വെച്ചിരുന്നതല്ലേ? മോഹൻലാൽ എന്ന നടനെ വെച്ച് പൃഥ്വിരാജ് കളിച്ചതല്ലേ? വളരെ ഷെയിംഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ഫാൻസ് തന്നെ അതിനകത്ത് വിമർശിക്കുന്നുണ്ട്. അപ്പം ലാലേട്ടൻ ഫാൻസിന് തന്നെ കൃത്യമായിട്ട് അറിയാം, ലാലേട്ടന് കൃത്യമായിട്ടുള്ള ഒരു പണി കിട്ടി എന്നുള്ളത്. ഇന്നലെ ന്യൂസ് 80യുടെ ഒരു ചർച്ചയുണ്ടായിരുന്നു. ചർച്ചയിൽ ഇതുപോലെ ഫാൻസ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആണെന്ന് തോന്നുന്നു, സംസ്ഥാന പ്രസിഡന്റ് എന്താണ് വന്നിരുന്നത്. അദ്ദേഹം വളരെ സൗമ്യമായിട്ട് വളരെ റിക്വസ്റ്റ് ചെയ്താണ് സംസാരിക്കുന്നത്. ലാലേട്ടൻ അങ്ങനെയല്ല, നമുക്ക് എല്ലാവർക്കും അറിയാലോ ഇതെന്താ പറ്റിയെന്നുള്ള അറിയില്ല. അവർക്ക് തന്നെ അറിയില്ല. ഒരു പക്ഷേ മോഹൻലാലിന് പോലും തിരക്കഥയോ ഇതിലെ കാര്യങ്ങളോ അറിയില്ല. ഇതിന്റെ അവസാന പ്രൊഡക്ഷൻ ചിലപ്പോൾ പൃഥ്വിരാജിന് മാത്രമേ അറിയായിരിക്കും, ചിലപ്പോൾ മുരളി ഗോപിക്ക് അറിയില്ലായിരിക്കും. സുപ്രിയ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, ഈ സിനിമ വരുന്നതിന് മുമ്പ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. കുറെ റീറൈറ്റിംഗ് ആൻഡ് റീപ്രൊഡക്ഷൻ കറക്ഷൻസ് ഒക്കെ പൃഥ്വിരാജ് നടത്തി. അത്രയ്ക്ക് സുപ്രിയ ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ്, ഒരുപാട് പണികൾ ഇതിനകത്ത് ചെയ്തു, ഒരുപാട് ആ റീറൈറ്റിങ്ങിനുള്ളത് തന്നെ ജനങ്ങൾ എടുത്തിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയ അലക്കുന്നുണ്ട്. അപ്പം ഒന്ന് ചിന്തിക്കുക, പൃഥ്വിരാജിനോട് പറയാനുള്ളത് ഇത്തരത്തിലുള്ള വേലകളോ ജിഹാദി സംഭവങ്ങളൊന്നും മലയാളികളുടെ ഇടയിൽ കേരളത്തിൽ നടക്കില്ല. ഇത് ഒരു തുടക്കമല്ലല്ലോ. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ തുടർച്ചയായി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഇത്തരം നിലപാടുകൾ ഉണ്ടാകുന്നുണ്ട്. അദ്ദേഹം ചെയ്യുന്നതിൽ ഇപ്പോൾ ആരും കാര്യമാക്കുന്നില്ല. ഞാൻ പറഞ്ഞതുപോലെ ഈ ജനഗണമന സിനിമയിലെല്ലാം ഈ സുരാജ് വെഞ്ഞാറമൂടുണ്ട്. ഇദ്ദേഹത്തിന്റെ ശിഷ്യനായി തന്നെ അറിയപ്പെടുന്നതാണ്. എപ്പോഴും ഒരു ചാനലിൽ തന്നെ ഈ കയ്യിൽ നൂല് കെട്ടിക്കൊണ്ടുവന്നപ്പോൾ ഈ അശ്വതിയെ അദ്ദേഹം ഈ ആക്ഷേപിക്കുന്ന ഒരു നിലപാടെല്ലാം ഉണ്ടായിട്ടുണ്ട്. ആ രീതിയിൽ അദ്ദേഹവും രണ്ടുപേരെ അനിയനും ചേട്ടനുമായി അണ്ണനും തമ്പിയുമായി ജീവിച്ചു പോകട്ടെ. പക്ഷെ ഇതിൽ മോഹൻലാലിനെ ഉൾപ്പെടുത്തി മോഹൻലാലിന്റെ ഒരു ഫേസ് ഉണ്ടല്ലോ, അത് വെച്ച് ലോകം മുഴുവൻ ടിക്കറ്റ് വിൽക്കുകയും അതിന്റെ പ്രിവ്യൂ ഷോ നടത്തുകയോ, ഈ ചേച്ചി സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിനെക്കുറിച്ച് മോഹൻലാലിനും അതോടൊപ്പം തന്നെ ഗോകുലം ഗോപാലനും ഒന്നും ധാരണയില്ല. ലേഖ പ്രൊഡക്ഷൻ തന്നെ മാറിയത് എന്തുകൊണ്ടെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ലേഖ പ്രൊഡക്ഷൻ ഒരു പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഈ കലാപവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കണ്ടതുകൊണ്ടോ അതിന്റെ പ്രിവ്യൂ വീഡിയോ കണ്ടതിന് ശേഷമോ ആയിരിക്കാം ലേഖ ലാസ്റ്റാണ്, അവസാന ഘട്ടങ്ങളിലാണ് ലേഖ പ്രൊഡക്ഷൻസ് ഇതിൽ നിന്ന് പിന്മാറി. പിന്നീടാണ് ഗോകുലം ഗോപാൽ, അത് മോഹൻലാലിന്റെ ഒരു റിക്വസ്റ്റ് പ്രകാരമാണ് ഗോകുലം ഗോപാലൻ ഈ ഒരു സിനിമ ഏറ്റെടുക്കുന്നത് തന്നെ. അപ്പൊ ലേഖ പ്രൊഡക്ഷൻസ് പിന്മാറിയാൽ തന്നെ വളരെ ഒരു ദുരൂഹതയുണ്ടെന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാം ചർച്ചയായിരിക്കുന്നത്. അപ്പം ഇത് തികച്ചും എന്താ പറയുന്ന ഒരു പ്രീ പ്ലാൻഡ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഒരു പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സിനിമ. അത് ഒരു പക്ഷേ മുരളി ഗോപി കൃത്യമായിട്ടുള്ള റൈറ്റിംഗ് ആയിരിക്കും. ലൂസിഫറിന്റെ അതിന്റെ ബാക്കിയുള്ള ബാലൻസ് സിനിമയാണെന്നൊക്കെ L2 ആണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതിൽ കാണിക്കുന്നത് വേറെ ലെവലാണ്, വേറെ ലെവലിൽ നിന്നാണ്. മാത്രം പാടില്ല, ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു. ഈ മുല്ലപ്പെരിയാർ ബോംബ് വെച്ച് പൊട്ടിക്കണമെന്ന ചിന്തയിൽ ആരുടെ മനസ്സിൽ വന്നെന്ന് മലയാളികൾക്ക് ഇനി അറിയണമല്ലോ. അതെ. എന്തായാലും കൃത്യമായിട്ട് റീസെൻസറിങ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയത്തിനുള്ളിൽ നമുക്ക് അറിയാൻ പറ്റും ഇത് ഏതൊക്കെ ഭാഗം ഈ കട്ട് ചെയ്തുള്ള എമ്പുരാന്റെ അവസ്ഥ എന്താണെന്നും കൂടി നമുക്ക് ചിന്തിക്കേണ്ടി. നമുക്കറിയാം, ഒരു തുടക്കത്തിന്റെ ചില ഭാഗങ്ങൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു സിനിമയുടെ വാല്യൂ കുറയാൻ സാധ്യതയുണ്ട്. പൃഥ്വിരാജ് അതിനുവേണ്ടി എന്തുമാത്രം പരിശ്രമിക്കും, ഇതിനു വേണ്ടുന്ന ആൾക്കാരെ എന്തുമാത്രം പുറകെ നടക്കും എന്നുള്ളതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും വലിയൊരു കോലാഹലവും വലിയൊരു ചർച്ചകളിലും ഊരിത്തീരുന്ന സിനിമയായി എമ്പുരാൻ വലിയ ഹൈപ്പൊക്കെ കൊടുത്താണ് പൃഥ്വി വന്നത്. പൃഥ്വി കൊടുത്ത ഹൈപ്പ് ഒന്നും സിനിമയിൽ കാണാനില്ല എന്നുള്ളതാണ്. ഈ പറഞ്ഞോണം ലൂസിഫർ പിന്നെ അതിനകത്ത് ഒരു രാഷ്ട്രീയവും ഇമോഷണലും മറ്റുള്ള ഫീലിങ്സും ഒക്കെ അറിഞ്ഞ ഒരു നല്ലൊരു കഥ പിന്നെയും ലൂസിഫറിലുണ്ടായിരുന്നു. പക്ഷേ എമ്പുരാനിൽ വരുമ്പോൾ തികച്ചും ഈ പറയുന്ന ഹൈപ്പും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, മേക്കിംഗ് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിനപ്പുറം ഒരു സ്റ്റോറി എന്നുള്ളത് അതിലില്ല. ഈ കലാപം
അത് ജനങ്ങളിലേക്ക് എത്തിക്കുക, ഈ വിഷം ജനങ്ങളിലേക്ക് വമിപ്പിക്കുക എന്നുള്ളത് മാത്രമേ എമ്പുരാനിൽ കാണാൻ പറ്റൂ. അത് തികച്ചും ഇപ്പം റീസെൻസറിങ് ചെയ്യണമെന്നുള്ള തീരുമാനമെടുത്തത് വളരെ യോജിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. റീസെൻസറിങ് ചെയ്യണം, കട്ട് ചെയ്യേണ്ടുന്ന ഭാഗങ്ങൾ കട്ട് ചെയ്യണം, കൃത്യമായ രീതിയിൽ ഇനിയും ഇത് മാത്രമല്ല ഇനിയുള്ള സിനിമകളും മലയാളി പ്രേക്ഷകരിലേക്ക് എത്തിക്കട്ടെ, നല്ല നല്ല സിനിമകൾ ഉണ്ടാകട്ടെ.